സാധനങ്ങളിപ്പോ കൊറേ വാങ്ങണല്ലോ. തക്കാളി വാങ്ങണം, പച്ചക്കറി എല്ലാം വാങ്ങണം, അതിന്റെ പുറമെ വെളിച്ചെണ്ണയും വാങ്ങണം. സ്വർണ്ണം വിറ്റുകാണ്ട് വെളിച്ചെണ്ണ വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പൊ. എവിടേക്കാക്കളെ കൂടി പോണേ? കൊളത്തുക്കോ? മക്കളെ അവിടെ നിക്കി. നിങ്ങളപ്പം വലിയവരാരില്ല, നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് കൊളത്തേക്ക് പോണ്ട്. നിങ്ങൾ കാണാൻ പോകാന്ന് ഇപ്പൊ പറയും. കുറച്ചൊക്കെ ഞങ്ങൾ ഒറ്റക്ക് പോകും. അങ്ങനെ ഒറ്റക്ക് പോയരുത്. ഇങ്ങനെ ഒറ്റക്ക് പോയാലാണ് അതിക്ക് വീണ് കാണാൻ അപകടമൊക്കെ ഉണ്ടായാലേ ട്ടാ. വലിയോലില്ലാതെ അങ്ങനെ പോകരുതട്ടാ കുട്ടികൾ ഒറ്റക്ക്. ആ ഈ പറഞ്ഞതേ കറക്റ്റാ അല്ലേ പാപ്പോ? എന്റെ വണ്ടി മേലായിരുന്നു പരിചയമില്ലാത്ത ഒരാള്. എന്റെ കുടുംബക്കാരനാണ്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു സാധു മനുഷ്യനാണ് തോന്നുന്നുണ്ട്, കയ്യാട്ടി. പക്ഷെ എനിക്ക് നിർത്താൻ പേടി, ഞാൻ കയറ്റാതെ പോകുന്നു. ആരും കേറ്റാ നല്ലത്. അത് നന്നായി, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പണി കിട്ടുമെന്ന് അറിയില്ല. അജീബ, കാലം മാറിയിട്ടും കോമൊക്കെ മാറിയിട്ടില്ല. ഇയാൾക്ക് ഇപ്പോഴും ഈ പഴയ സഞ്ചി തൂക്കി പിടിച്ച് അങ്ങാടി പോകാനാ വിധി. ഇയാളെ ഈ കോലത്തിൽ അങ്ങാടിക്ക് പറഞ്ഞേക്കണ വീട്ടുകാരെ സമ്മതിക്കണം കേട്ടോ. അയാളെ മരുക്കളും പേരക്കുട്ടികളും എത്ര അപമാനം സഹിക്കുണ്ടാവും. ഈ നൂറ്റാണ്ടിലും നേരം വെളുക്കാത്തൊരു മനുഷ്യൻ. മറ്റുള്ള നാട്ടുകാര് ഇയാളെ കോലം കണ്ട നമ്മളെ നാട്ടുകാരിന്ന് വിലയിരുത്തൂലേ? ഈ കാലഘട്ടത്തിൽ നമ്മളെ പോലത്തെ ഒരു മാനക്കേടാണിത്. അത് ഈ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ എന്നാലേ പോവാ, ഇങ്ങനെ വഴിക്ക് പോകണ്ട്. എത്ര കിട്ടിയ മീനൊക്കെ? മീന് ബത്തലുണ്ട്, മുള്ളുണ്ട്, അയിലുണ്ട്, ചെമ്മീനുണ്ട്, തരണ്ടുണ്ട്, കോരുണ്ട്. തീരെ വലിപ്പം വെച്ചിട്ടില്ലല്ലോ കുട്ടിയെ. ഇത് എത്ര? 160 കിലോനാണോ ഒന്നിനോ? കിലോ 160. ആ എന്നാ രസം ബത്തൽ എടുത്തോ. വേണ്ട, കവറിലിടണ്ട. ഇതിലിട്ടോ. എന്താ ഗോമാക്കങ്ങൾ കവറുണ്ടായിട്ട് നല്ല കവർ പാത്രമായിട്ട് വന്നു. കുട്ടിയെ പ്ലാസ്റ്റിക് ഒന്നും നല്ലതല്ല. ഈ പാത്രത്തിൽ ഇട്ടാ മതി. പണ്ടൊക്കെ പാളയില് ആയിരുന്ന ആൾക്കാർ മീൻ കൊണ്ടേറ്റി. ഇപ്പൊ അതൊക്കെ തൂക്കാപാത്രത്തിലായല്ലേ. കോമൊക്കെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള യുദ്ധത്തിലാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് അയാൾ കേട്ടാ? എനിക്ക് വേണ്ടാക്കാം. അല്ലല്ല, നിങ്ങളൊക്കെ എന്റെ കുട്ടികളല്ലേ? അല്ല തിന്നു നോക്കണോ? ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേ എന്നെ പരിഹാസിക്കലും കളിയാക്കലൊക്കെ ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാനേ കേൾക്കാത്ത മാതിരിക്കാണ് പോകലാണ്. അത് പറ്റൂല. ഇന്ന് കുറച്ച് കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടേ പോണുള്ളൂ. നിങ്ങളെ വിചാരം ഉണ്ടാവും ഞാൻ ലോകം തിരുവാത്താനാണ്. ഞാൻ 2 പേപ്പർ വായിച്ചിട്ടാണ് ഇപ്പൊ പെരീന്നൊരു പേരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ പേപ്പർ വായിച്ചേക്കണ? എനിക്കറിയാം നിങ്ങൾ ഇന്ന് പത്രം കൂടി കണ്ടിട്ടുണ്ടാവില്ല എന്ന്. നിങ്ങളിപ്പോ ഈ കുണ്ട നോക്കി തോണ്ടി കുത്തർക്കല്ലേ? എന്നാ കേട്ടോളി, ഇന്നത്തെ പത്രത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ട്. ചൈന പോലാത്ത വൻകിട രാജ്യത്തെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവര് ഒഴിവാക്കുന്ന വേസ്റ്റ് കൊണ്ടാണ് നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ സാധനങ്ങളൊക്കെ നമ്മളെ മണ്ണിൽ നശിക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു 300 കൊല്ലെങ്കിലും കച്ചേണ്ടി വരും. അതിന്റെ കെമിക്കൽ ചേർന്ന വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങാടിക്ക് പോകുമ്പോഴേ ഇതേമാതിരി ഒരു സഞ്ചി കൈക്ക് പിടിച്ചാലേ അത്രയും പ്ലാസ്റ്റിക്കിന് ഉപയോഗം നമുക്ക് കുറക്കാൻ പറ്റും. അപ്പൊ എല്ലാ ഗോമൊക്കെ ഇതെത്താ പ്ലാസ്റ്റിക്കിലല്ലേ? ആ മക്കളെ, പ്ലാസ്റ്റിക്കിനെ നമുക്ക് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഒഴിവാക്കാൻ പറ്റൂല. കഴിയുന്നത്ര നമുക്ക് ഉപയോഗം നമുക്ക് കുറക്കാൻ പറ്റും. ഇത് കേട്ടിക്കേ.
ഇതിന്റെ കവറൊക്കെ കഴുകി വൃത്തിയാക്കിക്കാണ്ട് നമ്മളെ പെരിയിൽ മാസം മാസം വരുന്ന ഹരിത കർമ്മസേന ഉണ്ട്, ഓലെ ഏൽപ്പിക്കണം. ഓല് വരുമ്പോഴേ ഉച്ചത്തോടെ കാണുന്ന ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ മണ്ണിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും അടുത്ത തലമുറക്കും വേണ്ടിയിട്ടാണ് ഹരിത കർമ്മസേന ഈ പരിപാടി ചെയ്യുന്നത്. വിദേശ രാജ്യത്ത് പോയാലേ അവിടുത്തെ പൊയില വെള്ളമൊക്കെ കൈക്കുമ്പിള്ളി വരെ എടുത്താണ് കുടിച്ചാൻ തോന്നും ഞമ്മക്ക്. എന്നാ നമ്മളെ തോട്ടിൽ നമ്മളെ പൊയിലും വെള്ളം അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്തെല്ലാം മാലിന്യങ്ങളാണ് അടിച്ചു കൂടിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും നോക്കിയാലും പ്ലാസ്റ്റിക് മാലിന്യം തന്നെ. ഈ നാട് നന്നായി കാണാൻ ആഗ്രഹിക്കണ ഞാൻ പിന്തിരിപ്പൻ, ലോകം കാണാത്തവൻ. പിന്നെ എങ്ങനെ ഈ നാട് നന്നാകുക? നമ്മളെ ഈ നാട്ടിലെ ക്രായനും പോയൊക്കെ തെളിഞ്ഞാല് വിദേശങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ കിട്ടി വരും. ആ ടൂറിസ്റ്റുകൾ അത് കാണാൻ വരുമ്പോ അതിന്റെ അടുത്തൊരു ചായക്കട വെച്ചിട്ടില്ലേ ഏതെങ്കിലും ഒരാൾക്കൊരു പണി കിട്ടൂലേ? നിങ്ങളൊക്കെ എല്ലാരും ഒന്ന് മെനക്കെട്ടാമേ ഈ നാട് നന്നാകാൻ. എന്നാ ഗോമക്ക, നിങ്ങളെ കയ്യിൽ ഞമ്മളുണ്ട്. അതാണ് വേണ്ടത്. നാളെ മുതൽ ഞങ്ങളുടെ കയ്യിൽ ഒരു സജ്ജി ഉണ്ടാവും. നിങ്ങളെ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ്. നിങ്ങളെ പ്രായക്കാര് ഇങ്ങനത്തെ തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മളെ നാട് എന്നോ നന്നായില്ലേ. കോമോക്ക ലോകം തിരിയാത്തവനല്ല, ലോകം തിരിഞ്ഞവനാണ്.